പലരും ഈ ഇടയ്ക്കൊക്കെ വിളിച്ച് ചോദിച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വില്ല പ്രോജക്റ്റിനകത്ത് വലിയ ഹൈ ബഡ്ജറ്റ് അല്ലാത്ത രീതിയിൽ അതില് 9.5 സെന്റ് സ്ഥലത്തില് 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള മുഴുവൻ അതിനകത്തുള്ള മുഴുവൻ വീടുകളിൽ റൂഫ് ചെയ്തിരിക്കുന്ന നല്ലൊരു അടിപൊളി വീടിന്റെ അടിപൊളി ഏരിയയിലിരിക്കുന്ന അടിപൊളി വീടിന്റെ നല്ല വ്യൂ പോയിന്റിലിരിക്കുന്ന നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോവുക. മൊത്തം തടിയൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 84 ലക്ഷം രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ പ്രൈസുമാണ്. മുറ്റമല്ല ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് ഏത് വാഹനവും കയറ്റി ഇറക്കി തിരിക്കാവുന്ന രീതിയിൽ വീട് വരെയും ടാർ റോഡ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു അടിപൊളി വീട്, അടിപൊളി ദൃശ്യങ്ങൾ അപ്പോൾ കാണാം നമുക്ക് മീനച്ചിൽ ഹോംസിന്റെ ഈ വീഡിയോ വഴി. അപ്പോൾ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലീഗലി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി കൂടിയാണ്. മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ നല്ലൊരു വില്ല പ്രൊജക്റ്റിനകത്തേക്കാണ് നമ്മൾ കയറിയത്. അടിപൊളി വീടായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വില്ല പ്രൊജക്റ്റ്. ആ വില്ല പ്രൊജക്റ്റിനകത്ത് നല്ലൊരു വീട് പണി കംപ്ലീറ്റ് ആയി കിടക്കുന്നു. ചെറിയ വർക്കുകൾ കൂടി, അതായത് ഈ സ്റ്റോൺ ഇട്ടിരിക്കുന്ന ഇടയ്ക്കൂടെ ഗ്രാസ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ വർക്കുകൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി പണി മുഴുവൻ കംപ്ലീറ്റ് ആയി കിടക്കുന്ന ഈ വീടും സ്ഥലവും 9.5 സെൻറ്റ് സ്ഥലവും 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല കിടുക്കാച്ചി വീടും കൂടിയാണ്. ഇത് തൊട്ടടുത്തുള്ള വീടുകളെല്ലാം പണിത് കൊടുത്തത് തന്നെയാണ്. പണിത് കംപ്ലീറ്റ് ആയതും പണി നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു വില്ല പ്രൊജക്റ്റ്. പാലാ ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററിൽ താഴെ ദൂരം പോയി കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അത്രയും പാലാ ടൗണുമായിട്ട് നിയറസ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല കിടുക്കൻ വീടിൻ്റെ ദൃശ്യങ്ങൾ ഇതാ നിങ്ങളുടെ കൺമുമ്പിലൂടെ. ഈ വീടിൻ്റെ ഫ്രണ്ടിലും തൊട്ട് സൈഡിലും ഒക്കെ റോഡാണ്, ടാർ റോഡാണ്. വീട് വരെയും ടാർ റോഡാണ്. അപ്പോൾ അങ്ങനെ ടാർ റോഡിൻ്റെ സൈഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീടിൻ്റെ ബാക്ക് സൈഡിലെ ദൃശ്യങ്ങളാണ്. മൊത്തം കട്ടളം മുഴുവൻ ആഞ്ഞിലിയാണ്, ബാക്കിയൊക്കെ തേക്കിൻ്റെ തടികൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വെള്ളത്തിന് സോഴ്സ് ഇവിടെ ഒരു കുഴൽക്കിണർ നമുക്ക് കാണാം. ഈ വീടിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു കിണറുണ്ട്. ആ കിണറിന് എല്ലാ അവകാശങ്ങളും നമുക്ക് ഉള്ളതാണ്. മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് ഈ കാണുന്നത്. അപ്പോൾ തൊട്ട് അപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു മേഖലയിലാണ് ഈ വീട്. ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം. അതിനോടൊപ്പം കിണറിൻ്റെ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ടാൽ കുഴൽ കിണർ നിറഞ്ഞ് ഒഴുകുന്നതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ അയച്ചു തരാം. അത്രയും കുഴൽ കിണറിൽ വെള്ളമുണ്ട്, കിണർ ഉണ്ട്. അതുപോലെ തന്നെ ഈ മുകളിൽ കാണുന്ന വീടുകൾക്കൊക്കെ ആ കാണുന്ന വീടുകൾക്കൊക്കെ കിണറുമില്ല, കുഴൽക്കിണറുമില്ല. ഇവിടെ ജലനിധിയുടെ പൈപ്പ് ലൈൻ വെള്ളമുണ്ട്. 24 മണിക്കൂറും വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പ് ലൈനുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള നല്ലൊരു മേഖലയിൽ നല്ല വെള്ളത്തിന് 3 സോഴ്സുകളാണുള്ളത്. 1, 2, 3 3 സോഴ്സുകളാണ് ഉള്ളത്. ഈ 3 സോഴ്സുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വീട് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കാർ പോർച്ചിൽ വണ്ടി ഇട്ടിരിക്കുന്നത് കണ്ടു. വണ്ടി കുറച്ചും കൂടെ വേണമെങ്കിലും കയറ്റി ഇടാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ സിറ്റ് ഔട്ടിൽ കയറി ഇത് നല്ല ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറിയ വിശാലമായൊരു സ്വീകരണ മുറിയാണ്. ഫ്രണ്ടിൽ നിന്ന് പുറത്തുനിന്ന് നോക്കുന്നതിലും സൗകര്യമാണ് അകത്തേക്ക് കയറിയാൽ എന്നെനിക്ക് തോന്നി. കാരണം അതുപോലെ സൗകര്യപ്രദമായിട്ടുള്ള നല്ലൊരു വീടാണിത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്വീകരണ മുറിയാണ് ഈ കാണുന്നത്. സ്വീകരണ മുറിയിൽ നല്ല ജനൽപ്പാളികളൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഫുള്ളായിട്ടുള്ള ജനലൊക്കെ ചെയ്ത്, അതുപോലെ തന്നെ ജിപ്സം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനാണ്. അപ്പോൾ ഇത് നമ്മൾ സ്വീകരണ മുറിയിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് കയറുകയാണ്. ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള്. അവിടെ നമ്മുടെ ജിപ്സം വർക്കുകൾ നല്ല ഡിസൈന് വാമും വൈറ്റും മാത്രം ഉപയോഗിച്ചിരിക്കുന്ന നല്ല ഒരു ജിപ്സം വർക്കാണ്. ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ സ്പേസ്.
നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് ആദ്യത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലായിടത്തും AC പോയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇത് കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിലാണ് കബോർഡ് വർക്കുകൾ വന്നിരിക്കുക. ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ എടുത്ത് നല്ലപോലെ വയ്ക്കാവുന്ന രീതിയിൽ നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ടൈല് വർക്കുകളൊക്കെ ഉള്ള നല്ല ഒരു ടോയ്ലറ്റാണ്. എക്സോസ് ഫാന് അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിങ്സുകളെല്ലാം സെറായൊക്കെയാണ് ചെയ്തിരിക്കുക. ഇവിടെ മിറർ ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കബോർഡുകളെല്ലാം വന്നിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്കാണ് ഇറങ്ങിയത്. ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങിയിട്ട് അടുത്ത 2 ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു പാലാ ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമേ ഉള്ളൂ. അതൊരു ബസ് റോഡാണ്. ബസ് റോഡ് തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ബസ് റോഡിൽ നിന്ന് വെറും 100 മീറ്റർ ദൂരം മാത്രം കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഡെവലപ്പായ ഒരു മേഖലയാണ്. അവിടെ പുതിയതായി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ മൊത്തം റെസിഡൻഷ്യൽ ഏരിയയുടെ ഒരു വീഡിയോയും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു വില്ല പ്രൊജക്റ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി റെസിഡൻഷ്യൽ മേഖല ആണ് ഇത്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ബെഡ്റൂമുകൾ. ഇവിടുന്ന് മെഡിസിറ്റി, ബ്രില്യൻ്റ്, അതുപോലെ തന്നെ കോട്ടയം ഏരിയയിലേക്കൊക്കെ പോകുവാനായിട്ട് നല്ല എളുപ്പമുള്ള ഒരു റോഡാണിത്. ഇവിടെ താമസിക്കുന്നതൊക്കെ മെഡിസിറ്റിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ അവരുടെ പേരൻസ് താമസിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാം നല്ല ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ ജോലി ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നവരൊക്കെ. ബസ് സ്റ്റോപ്പുമായിട്ടുള്ള ദൂരം വെറും 100 മീറ്റർ ദൂരം മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു. പാലാ ടൗണുമായിട്ട് 2 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം. പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മേഖലയിലേക്ക് പോകുവാൻ വളരെ എളുപ്പമുള്ള ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഭരണങ്ങാനം മേഖലയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരവും വളരെ കുറഞ്ഞ ദൂരം തന്നെയാണ്. അങ്ങനെ 3 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മുടെ കിച്ചൻ്റെ ദൃശ്യങ്ങളാണ് കാണുവാനായിട്ടുള്ളത്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം നല്ല ബ്രാൻഡഡാണ്. ടോപ്പ് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചൻ്റെ വർക്കുകളാണെങ്കിലും അതിമനോഹരമായ വർക്കുകളാണ് കിച്ചൻ്റെ വർക്കുകൾ ചെയ്തിരിക്കുക. ഇവിടെയുള്ള കബോർഡുകൾ നമുക്ക് കാണാം. കബോർഡ് വർക്കുകളെല്ലാം നല്ല ഒരു ACP ഉപയോഗിച്ചുള്ള നല്ല കബോർഡ് വർക്കുകളാണ്. ഇത് കിച്ചൻ്റെ ഒരു സെമി പാർട്ടീഷനായിട്ട് ചെയ്തിരിക്കുന്ന വർക്ക് ഏരിയയാണ് തൊട്ടപ്പുറത്ത് കാണുന്നത്. ഇവിടെ ഇതാണ് ACP വർക്കുകൾ ഉപയോഗിച്ചുള്ള നല്ല ഒരു കബോർഡ് വർക്കുകൾ. നല്ലൊരു ഗ്രേയും വൈറ്റും കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഏറ്റവും നല്ലൊരു സ്റ്റാൻഡേർഡ് കിച്ചനായി. അപ്പോൾ നല്ലൊരു വീടിൻ്റെ മൊത്തം കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ഒരു വർക്കുകളാണ് ഇവിടെ കാണുന്നത്. കിച്ചണും വർക്ക് ഏരിയയ്ക്ക് ശേഷം ഒരു എക്സ്ട്രാ വർക്ക് ഏരിയ കൂടി ഇവിടെയുണ്ട്. എക്സ്ട്രാ വർക്ക് ഏരിയ ആണിത്. അവിടെ ഇതാണ് വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ്. അതുപോലെ തന്നെ അടുപ്പിൻ്റെ പോയിൻ്റ് ഇതാണ്. കറക്റ്റ് കിഴക്ക് ഫേസിംഗ് ആണ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീടാണ് ഇത്.
അപ്പോൾ നല്ല ഒരു ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു വീടിൻ്റെ നല്ല ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല അടിപൊളി വീട്, അടിപൊളി ലൊക്കേഷൻ, അപ്പോൾ നല്ല കിച്ചൺ, നല്ല ബെഡ്റൂമുകൾ, നല്ല ഹോള്, നല്ല ഡൈനിങ് ഹാള്, ഇതെല്ലാം അടങ്ങിയ നല്ലൊരു വീട്. 9.5 സെൻറ്റ് സ്ഥലവും ഈ വീടും 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടും കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 84 ലക്ഷം രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസുമായി എന്നും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.